യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നുവെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നുവെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, നാം ദിനം പ്രതി ദേവാലയത്തിൽ നിന്നും മറ്റ് സോഷ്യൽ മീഡിയകളിൽ നിന്നുമെല്ലാം നാം വചനം കേൾക്കുന്നുണ്ട്. എന്നാൽ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ പാകിൽ കിട്ടുന്നുണ്ടോ? ആ വചനമനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ? വചനം അനുസരിക്കുന്നില്ലെങ്കിൽ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അതേപടി കിടക്കുന്ന അവസ്ഥയായിരിക്കും. എന്നാൽ നാം ആ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ഒരു ചെടിയായി അനേകം വിളകൾ ഉണ്ടാകുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, വചനം നാം അനുസരിക്കുമ്പോൾ, വചനം നാം ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ, ഒരു ഗോതമ്പ് മണി അനേകം ഫലം പ്രകടിപ്പിക്കുന്ന പോലെ നമുക്കും അനേകം ഫലം പ്രകടിപ്പിക്കാൻ തക്കവണ്ണം നമ്മൾ പ്രവർത്തിക്കും. വചനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഏതാണ് ഈ വചനം? കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഈ വചനം. നിങ്ങൾ ഈ വചനം അനുസരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് അനുസരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. 1 പത്രോസ് 4-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാവങ്ങളെ മറയ്ക്കുന്നു. നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാവങ്ങളെ മറയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. പലപ്പോഴും നാം പറയുന്നു ഗോഡ് ഈസ് ലവ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നോട്ട് ഗോഡ് ഹാസ് ലവ് എന്ന് നാം ഒരിക്കലും പറയുന്നില്ല. ദൈവത്തിന് സ്നേഹമുണ്ടെന്നല്ല, ദൈവം സ്നേഹമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമായ ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ നാം സ്നേഹമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ സ്നേഹം നിറയുന്നു. ആ സ്നേഹമായ ദൈവത്തെ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. വചനം അനുസരിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നു. വചനം പകർത്തുമ്പോൾ യേശുക്രിസ്തുവിനെ പകർത്തുന്നു. ഇന്ന് ഈ ലോകത്ത് കർത്താവ് എങ്ങനെയെന്ന് അറിയുവാൻ താല്പര്യമുള്ള അനേകരുണ്ട്. അനേക മനുഷ്യർ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ക്രൂശിലേറിയ ക്രിസ്തു എങ്ങനെയാണ്, എപ്രകാരമാണ് എന്നറിയുവാൻ അനേകർ കാണികളായി നിൽക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു ഇന്നതാണെന്ന് എന്നിലൂടെയും നിങ്ങളുടെയും കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുമ്പോൾ ഈ ലോകത്ത് കഷ്ടമില്ല എന്നല്ല. കഷ്ടങ്ങൾ വന്നേക്കാം, പ്രശ്നങ്ങൾ വന്നേക്കാം, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതാണ് നമുക്കുള്ള വാഗ്ദത്തം. ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ സകലത്തിനും ഒരു പരിഹാരമുണ്ട്. എല്ലാത്തിനുപരി നമുക്ക് ആ ഹൃദയത്തിൽ സന്തോഷമുണ്ട്, ആത്മസന്തോഷമുണ്ട്. അത് രുചിക്കാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ആശംസിക്കുന്നു.